ടീച്ചേഴ്സ്, ഇന്നിപ്പോൾ മനോസാറിൻ്റെ വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. നമ്മളിപ്പോൾ ഇന്ന് രാവിലെ എങ്ങനെയാണ് ബയോഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ഈ കോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് പറഞ്ഞു. ആ കോഴ്സിൽ കണ്ടൻറ്റ് ആഡ് ചെയ്യുന്ന മെത്തേഡാണ് പറയുന്നത്. കണ്ടൻറ്റ് ആഡ് ചെയ്യാൻ വേണ്ടി ആദ്യം വേണ്ടത് ഈ എഡിറ്റ് ബട്ടൺ ഒന്ന് ഓൺ ആക്കുക എന്നുള്ളതാണ്. എഡിറ്റ് ബട്ടൺ ഓൺ ആക്കുമ്പോൾ ഇവിടെയൊക്കെ കുറേ പ്ലസ് സൈനൊക്കെ വരും, എഡിറ്റ് എന്നുള്ള ഓപ്ഷനൊക്കെ വരും. അപ്പോൾ ഇതിൽ ജനറൽ എന്ന് പറഞ്ഞൊരു ഭാഗം കിടക്കുന്നുണ്ടാവും, പേര് മാറ്റണമെന്നില്ല. ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഭാഗം നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡിസ്കഷൻ ടോപ്പിക് ഇടാം. ഞാനിപ്പോൾ ഒരു ഡിസ്കഷൻ ടോപ്പിക് ഇടുന്നത് ഡൗട്ട്സ് ക്ലിയറൻസ് എന്ന് പറയുന്ന ഒരു സാധനം, ക്ലിയറൻസ് എന്ന് പറയുന്ന ഒരു സാധനം അടിച്ചിടുന്നു. ഇവിടെ ഹായ് സ്റ്റുഡൻസ്, പ്ലീസ് ടൈപ്പ് യുവർ ഡൗട്ട്സ് ഹിയർ എന്ന് ടൈപ്പ് ചെയ്ത് ഇത് പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഓരോ കുട്ടിക്കും അവിടെ കയറിയിട്ട് അവരുടെ ഡൗട്ട് അടിക്കാൻ നമുക്കതിന് മറുപടി കൊടുക്കാം. അതിനുള്ള സ്ഥലമാണ് ഈ അനൗൺസ്മെൻറ്റിലെ ജനറൽ സെക്ഷൻ. ഇനി അടുത്തത് നമ്മൾ എഗെയിൻ തിരിച്ചു പോകണം, അല്ലെങ്കിൽ ഈ കോഴ്സിൻ്റെ ഉള്ളിലേക്ക് പോകണം. ഈ സൈഡിൽ നമുക്ക് ഈ ഒരു മെനു ഉണ്ട്. ഈ മെനുവിൽ ന്യൂ സെക്ഷൻ എന്ന് കിടക്കുന്നതാണ് നമ്മൾ മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 എന്നാക്കുന്നത്. ഇതിൻ്റെ സിലബസ് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ആ സിലബസിൽ നമ്മൾ മൊഡ്യൂൾ 1ൻ്റെ സിലബസ് മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിനുവേണ്ടി ഈ ന്യൂ സെക്ഷൻ എന്നുള്ളതിൻ്റെ റൈറ്റ് സൈഡിലെ പെൻസിൽ ഐക്കൺ ടച്ച് ചെയ്തിട്ട് അവിടെ മൊഡ്യൂൾ 1 എന്ന് ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ടൊരു എൻ്റർ ബട്ടൺ അമർത്തണം. എൻ്റർ ബട്ടൺ അമർത്തിയാൽ തന്നെ അതവിടെ വരുള്ളൂ. ഇതേപോലെ ഇത് മൊഡ്യൂൾ 2 എന്നാക്കാം, അടുത്ത മൊഡ്യൂൾ 3 എന്നാക്കാം. ഓക്കെ, ഇനി അതെല്ലാം അതിൻ്റെ കൂടെ അതിൻ്റെ പേര് കൂടി ചേർത്ത് കൊടുക്കണമെങ്കിൽ നമുക്കത് ചെയ്യണം. ഞാനിപ്പോൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത സിലബസ് ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് സിലബസ്. ആ സിലബസ് ഒന്നുകൂടി ഞാൻ ഫുള്ളായിട്ട് കോപ്പി ചെയ്യട്ടെ. കോപ്പി ചെയ്തിട്ട് വേർഡ് ഫയലിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വേർഡ് ഫയലൊക്കെ ചിലപ്പോൾ നമ്മൾ നേരത്തെ തിരക്കിൽ കളഞ്ഞിട്ടുണ്ടാവും. ഡെസ്ക്ടോപ്പിൽ നമ്മൾ ഒരു പേരിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു സെക്കൻഡ് ഒന്ന് എടുത്തോട്ടെ. നമ്മൾ സംസാരിച്ചുകൊണ്ടേ ഇരുന്നില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും നമ്മളിവിടെ ഇട്ടിട്ട് പോയി. അതുകൊണ്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ആ വേർഡ് ഫയൽ ഇല്ല. അപ്പോൾ ഒരു വേർഡ് ഫയൽ ക്രിയേറ്റ് ചെയ്യട്ടെ, ന്യൂ വേർഡ് ഫയൽ. അപ്പോൾ നമ്മുടെ നോട്ട്സ് നേരത്തെ ക്രിയേറ്റ് ചെയ്തതും ഇപ്പോൾ ഇതിലില്ല, അത് മിസ്സായിപ്പോയി. അപ്പോൾ ഞാനത് ഒന്നുകൂടി ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് കൂടി നിങ്ങൾക്ക് കാണിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതാണ് നമ്മുടെ സിലബസ്, മൊഡ്യൂൾ 1ൻ്റെ സിലബസ്. ഇതാണ് കോഴ്സ് ഔട്ട്കംസ്. കോഴ്സ് ഔട്ട്കംസ് അലൈൻമെൻറ്റൊക്കെ തെറ്റിയിട്ടാണ് കിടക്കുന്നത്. വേണമെങ്കിൽ നമുക്കിങ്ങനെ ക്ലിക്ക് ചെയ്ത് അലൈൻമെൻറ്റ് കറക്റ്റ് ആക്കാം. എന്താ ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കോഴ്സ് 3, CO3, CO4 ഇങ്ങനെ വേണമെങ്കിൽ കറക്റ്റാക്കി കൊണ്ടുവരാം. ഇനി അതല്ല, അത് ഒരുമിച്ച് കിടന്നാൽ മതിയെങ്കിൽ ഇതൊന്നും ചെയ്യണമെന്നില്ല. ഇതിപ്പോൾ അവിടുന്ന് പേസ്റ്റ് ചെയ്തപ്പോൾ വന്ന എററാണ്. ഓക്കെ, ബാക്കിയെല്ലാം ഇപ്പോൾ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. CO ഇവിടെ വിട്ടുപോയിട്ടുണ്ട്. ഇവിടെ കുറച്ച് സ്പേസ് അധികം വന്നത് ഒന്ന് ഡിലീറ്റ് ചെയ്തോട്ടെ. അപ്പോൾ ഇതേപോലെ കോഴ്സ് ഔട്ട്കംസും ഉണ്ടായിരുന്നു ഈ കോഴ്സിന്. അപ്പോൾ ഈ കോഴ്സ് ഔട്ട്കംസ് ഞാൻ പേസ്റ്റ് ചെയ്യുന്ന സ്ഥലം നോക്കാം, ഒന്ന് കോപ്പി ചെയ്യുന്നു. ഇത് നമ്മുടെ LMSൻ്റെ ഉള്ളിൽ എവിടെയാണ് പേസ്റ്റ് ചെയ്യാൻ പറ്റുക? ഇവിടെ നമുക്ക് ഈ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റിൻ്റെ ഈ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനുള്ളൊരു ബോക്സ് ഉണ്ട്. ഇതിനുള്ളിൽ നമ്മൾ ഇതുവരെ ഒന്നും അടിച്ചില്ലായിരുന്നു. ഇതേ സ്ഥലത്ത് നമ്മൾ നേരത്തെ വന്നിരുന്നു. നമ്മൾ ഈ ഇമേജ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വന്ന സ്ഥലം തന്നെയാണ്. അവിടെ നമ്മൾ സേവ് ആൻഡ് ഡിസ്പ്ലേ കൊടുക്കുമ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ ലേണിംഗ് ഔട്ട്കംസ് വരും. അതിപ്പോൾ എവിടെ വരികയെന്ന് ഞാൻ പിന്നീട് പറയാം. അത് കഴിഞ്ഞാൽ ഈ മൊഡ്യൂൾ 1ൻ്റെ സിലബസ് ആഡ് ചെയ്യണം. മൊഡ്യൂൾ 1ൻ്റെ സിലബസ് ആഡ് ചെയ്യാൻ ഇതിൻ്റെ നേരെ റൈറ്റ് സൈഡിലുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് സെറ്റിങ്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഈ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് മൊഡ്യൂൾ 1ൻ്റെ സിലബസ് ആഡ് ചെയ്യാം. അപ്പോൾ ആ സിലബസ് നമുക്കിവിടെ ഉണ്ട്, ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാണ് ആ സിലബസ്, മൊഡ്യൂൾ 1ൻ്റെ സിലബസ്. അപ്പോൾ നമ്മളിത് കോപ്പി ചെയ്യുന്നു. ഇതും വേണമെങ്കിൽ 1.1 എന്നൊക്കെ പറഞ്ഞുള്ള ഭാഗങ്ങളൊക്കെ കറക്റ്റ് ചെയ്തൊക്കെ പോകാം. ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തിട്ട് അത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സേവ് ആൻഡ് ഡിസ്പ്ലേ. ഇപ്പോൾ മൊഡ്യൂൾ 1ൻ്റെ സിലബസും കൂടി ഇതിൽ വന്നിട്ടുണ്ടാവും. ഇനി നമുക്കൊരു ആഡ് ആക്ടിവിറ്റി റിസോഴ്സ്, നമ്മൾ ആദ്യമായിട്ട് ആഡ് ആക്ടിവിറ്റി റിസോഴ്സ് എന്നുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ ആഡ് ആക്ടിവിറ്റി റിസോഴ്സ് നോക്കുമ്പോൾ ഇവിടെ 21 തരമാണെന്ന് തോന്നുന്നു. അത്രയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് റിസോഴ്സ് കാണാം. എത്ര തരമുണ്ട്? 2, 4, 6, 1, 2, 3, 6, 3, 18, 19 തരം ആക്ടിവിറ്റി റിസോഴ്സസിൽ കിടക്കുന്നുണ്ട്. അത് ഇനിയും ആഡ് ചെയ്യാം.
ഇതിൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും കുട്ടികളും കൂടി ഇൻറ്ററാക്ട് ചെയ്യുന്ന രീതിയിൽ മെത്തേഡ് ചെയ്യാവുന്നതാണ് ആക്ടിവിറ്റീസ്. റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. നമുക്കൊരു ബുക്ക് ഫോമിൽ കൊടുക്കാം, ഫയൽ ഫോമിൽ കൊടുക്കാം, ഫോൾഡർ ഫോമിൽ കൊടുക്കാം. ഇത് IMS കണ്ടൻറ്റ് പാക്കേജ് എന്ന് പറയുന്ന ഒരു ഈ കണ്ടൻറ്റ് മോഡലുണ്ട്, ആ മോഡലിൽ കൊടുക്കാം. പേജിൻ്റെ ഫോർമാറ്റിൽ കൊടുക്കാം, ടെക്സ്റ്റ് മീഡിയ ആയിട്ട് കൊടുക്കാം, നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റിൻ്റെ ലിങ്ക് ആയിട്ട് കൊടുക്കാം. ഇത്രയും രീതികളിൽ നമുക്ക് മെറ്റീരിയൽ കൊടുക്കാം. ഇപ്പോൾ നമ്മളൊരു പവർ പോയിൻ്റൊക്കെയാണ് ഇങ്ങനെ കൊടുക്കാം, കുറേ പവർ പോയിൻറ്റുകളൊക്കെ ഇട്ടൊരു ഫോൾഡർ അങ്ങനെ കൊടുക്കാം. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ മൂഡിലിനില്ല. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം. ദെൻ വീഡിയോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് യൂട്യൂബിൻ്റെ ലിങ്ക് URL ഒക്കെ ആയിട്ട് കൊടുത്താൽ മതി. അതല്ലാതെ ഒന്നും ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യരുത്. ബുക്ക് എന്ന് പറയുന്നത് നല്ല കറക്റ്റായിട്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കുന്ന നല്ലൊരു മെത്തേഡാണ് ബുക്ക്. ആ ബുക്ക് നമുക്ക് നാളെ ലൈവായിട്ട് പഠിക്കാമെന്ന് വിചാരിക്കും. ഞാനിപ്പോൾ തൽക്കാലം പേജാണ് ഇവിടെ ആക്റ്റീവ് ആക്കുന്നത്. ഒരു പേജ് ഫയലായിട്ട് എങ്ങനെ മെറ്റീരിയൽ കൊടുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ആക്റ്റീവ് ആക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ പേജിൻ്റെ ഒരു ജനറൽ എന്ന് പറഞ്ഞ ഭാഗവും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും അതിൻ്റെ കണ്ടൻറ്റും ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനൊരു ടൈറ്റിൽ കൊടുക്കണം. ആ ടൈറ്റിൽ എന്ന് പറയുന്നത് നമ്മുടെ സിലബസിലെ ആദ്യത്തെ ഭാഗമാണ്. നമ്മുടെ സിലബസിൽ ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ ടു ബയോഡൈവേഴ്സിറ്റി ഡെഫിനിഷൻ എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ടോപ്പിക്ക്. അത് തന്നെയാണ് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിൻ്റെ നോട്ടാണ് ഇവിടെ താഴെ വേണ്ടത്. നമ്മൾ നേരത്തെ നോട്ട്ബുക്ക് എല്ലാം വന്ന് അതിൻ്റെ നോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ സേവ് ചെയ്തില്ല. അതുകൊണ്ട് അതൊന്നുകൂടി ഞാൻ ക്രിയേറ്റ് ചെയ്യിക്കുന്നുണ്ട്. ഇവിടെ ഈ ബയോഡൈവേഴ്സിറ്റി നമ്മൾ നേരത്തെ നോട്ട്സിലും ആഡ് ചെയ്തില്ല. അതുകൊണ്ട് ഞാനിവിടെ അത് ക്രിയേറ്റ് ചെയ്യാൻ കൊടുക്കുന്നു. പക്ഷേ എനിക്കതിന് മുന്നേ ഒന്ന് ഔട്ട്പുട്ട് ലാംഗ്വേജ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഔട്ട്പുട്ട് ലാംഗ്വേജ് ഏതായിരുന്നു എന്നുള്ളത് ഞാൻ മറന്നു പോയിരുന്നു. നമ്മൾ നേരത്തെ മലയാളം ആക്കിയിരുന്നല്ലോ, അത് തിരിച്ചാണോ കിടക്കുന്നതൊന്ന് ചെക്ക് ചെയ്യണം. ഇംഗ്ലീഷാണ് കിടക്കുന്നത്, കറക്റ്റാണ്. അപ്പോൾ ഞാനിവിടെ ഇതൊന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇൻട്രൊഡക്ഷൻ ടു ബയോളജി ഡെഫിനിഷൻ, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ഡെഫിനിഷൻ തന്നെ അത് തന്നോളൂ. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് തന്നെ ഓട്ടാവും. നമ്മൾ ബാക്കി നേരത്തെ ക്രിയേറ്റ് ചെയ്തൊക്കെ ഇവിടെ ഉണ്ടാവും. വീഡിയോ ക്രിയേറ്റ് ചെയ്തു, അതെല്ലാം അവിടെ ഉണ്ട്, കണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഇല്ലെങ്കിൽ ഒന്നുകൂടി ഡൗൺലോഡ് ചെയ്യണം. ഇപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നുണ്ട്. യെസ്, അത് വന്നു. ഇത് ജസ്റ്റ് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്യാനുള്ള ബട്ടൺ ഇതാണ്. ഇന്ന് രാവിലെ കുറേ പേര് ചോദിച്ചിരുന്നു അത് എവിടെയാണ് ആ ബട്ടൺ എന്ന്. ഈ നോട്ടായിരുന്നു നമ്മളിവിടെ ഇതിൻ്റെ താഴെയായിട്ട് ഇത് കോപ്പി ചെയ്തതിൻ്റെ താഴെയായിട്ട് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് തന്നെയാണ് നമ്മുടെ LMSൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള ഡെഫിനിഷൻ. അപ്പോൾ ഈ ഒരു ഏരിയ കോപ്പി ചെയ്യുന്നു. എഗെയിൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്യുമ്പോൾ ആ നമ്പറൊന്നും വരില്ല ഇനി, പിന്നെ ആ ബോൾഡൊക്കെ ആയിട്ട് കറക്റ്റായിട്ട് വരും. ഇതിവിടെ കോപ്പി ചെയ്യുന്നു. ഇത് നമ്മൾ നമ്മുടെ മോഡിലിൻ്റെ ഉള്ളിൽ പോയിട്ട് LMSൻ്റെ ഉള്ളിൽ ഇവിടെ കണ്ടൻ്റായിട്ട് പേസ്റ്റ് ചെയ്യുന്നു. യെസ്, ഇതിവിടെ കണ്ടൻ്റായിട്ട് പേസ്റ്റ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ഡെഫിനിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യണം. അതേപോലെ ഒരു ഇൻഫോഗ്രാഫിക്സ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ആദ്യം ഇൻഫോഗ്രാഫിക്സ് ആഡ് ചെയ്യാം. ഇൻഫോഗ്രാഫിക്സ് ആഡ് ചെയ്യാൻ വേണ്ടി പ്രസ് ചെയ്ത ബട്ടൺ ഞാൻ ഒന്നുകൂടി പറയാം. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് മുകളിൽ ഇവിടെ ഉണ്ട് ഇമേജിൻ്റെ ബട്ടൺ. ഇതിൽ ക്ലിക്ക് ചെയ്തു, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് യുവർ ഇമേജ് ഹിയർ. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്രിയേറ്റ് ചെയ്ത ഇൻഫോഗ്രാഫിക്സ് ഇതാണ്. ഇത് ഓപ്പൺ ചെയ്യുന്നു. ആ ഇമേജ് നമ്മുടെ മോഡിലേക്ക് അപ്ലോഡ് ആവുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത്. 100% അപ്ലോഡ് ആയിക്കഴിഞ്ഞു. ആ ഇമേജിനെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ കുട്ടിക്ക് വായിക്കുന്ന സ്ഥലത്ത് ആ ഇമേജ് അതേപടി വരും. ഇനി നമുക്ക് ഓഡിയോ ഫയലും വീഡിയോ ഫയലും കൊടുക്കാനുള്ള ചെറിയൊരു മെത്തേഡ് കൂടി പറയാം. പക്ഷേ അത് നമ്മൾ ഡയറക്റ്റായിട്ട് ഇവിടെ കൊടുക്കാതിരിക്കുക. ഓക്കെ, ഈ ഇമേജ് ഇവിടെ അപ്ലോഡായി. ഈ ഇമേജ് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്, അതൊന്ന് ടിക്ക് ചെയ്യുക. ദിസ് ഇമേജ് ഇസ് ഡെക്കറേറ്റീവ് ഓൺലി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സേവ് ചെയ്യുക. അതല്ലെങ്കിൽ അവിടെ പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഇമേജ് അവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഇമേജ് കാണാം. കുട്ടികൾക്ക് ഇതേപടി കാണാൻ പറ്റും, സൂം ചെയ്തൊക്കെ വായിക്കാൻ പറ്റും. അപ്പോൾ ഡെഫിനിഷനിൽ നമ്മൾ ആദ്യത്തെ കണ്ടൻറ്റ് കൊടുത്തു. ഇനി നമ്മുടെ കയ്യിലുള്ള കണ്ടൻറ്റുകൾ ഞാൻ പറയാം. നമ്മൾ നേരത്തെ ഇന്ന് രാവിലെ ക്രിയേറ്റ് ചെയ്ത കണ്ടൻറ്റുകൾ, ഒന്ന് അതിൻ്റെ ഒരു വീഡിയോ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ഫയൽ കൂടാതെ ഒരു പവർ പോയിൻ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പവർ പോയിൻ്റ് ഇത് തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഒന്ന് നോക്കട്ടെ. യെസ്, ദിസ് ഈസ് എ പവർ പോയിൻ്റ്. ഇങ്ങനെ ഒരു പവർ പോയിൻ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നോട്ട്ബുക്ക് എല്ലാം നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് തന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അതെ, ഒരു PDF ഫയലായിട്ട് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇവിടെയുള്ള പ്രശ്നം ഇത് PDF ഫയലായിട്ട് ഡൗൺലോഡ് ആവുള്ളൂ. അപ്പോൾ PDF ഫയൽ എങ്ങനെ അവിടേക്ക് അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PDF ഫയൽ ആ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പേജിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ കഴിയില്ല. അതിൻ്റെ താഴെ വേറൊരു ഫയലായിട്ട് ഇടാൻ പറ്റും. അപ്പോൾ തൽക്കാലം അതവിടെ ഇരിക്കട്ടെ. നമുക്കിന്ന് ഒരു വീഡിയോ ഫയൽ കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതവിടെ ഉണ്ടെന്ന് നോക്കട്ടെ. ഇതിൻ്റെ താഴെയായിട്ട് നമ്മളൊരു വീഡിയോ ഫയൽ ക്രിയേറ്റ് ചെയ്തിരുന്നു. യെസ്, ജൈവ വൈവിധ്യം മലയാളത്തിലുള്ള എന്തൊരു നോട്ടായിരുന്നു തോന്നുന്നു. ക്വസ്റ്റ്യൻസ് ക്വിസസ് ആണ്. ഇത് വീഡിയോ ഫയലാണ്. അപ്പോൾ ഈ വീഡിയോ ഫയൽ
ഞാൻ നേരത്തെ പോലെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കട്ടെ. ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഓർമ്മയില്ല. യെസ്, കുറച്ച് സമയമെടുക്കും വീഡിയോ ഡൗൺലോഡ് ആവാൻ. വീഡിയോ ഫയൽ ഞാൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഫയൽ സേവ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഡൗൺലോഡ് ആവട്ടെ. ദെൻ ഇനി ചെയ്യാനുള്ളത്, ഇവിടെ ഒരു ഓഡിയോ ഫയൽ ഉണ്ടായിരുന്നു. ഈ ഓഡിയോ ഫയൽ ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഓഡിയോ ഫയലും കൂടി ഡൗൺലോഡ് ആയിട്ട് ഇതൊക്കെ നമ്മൾ മോഡിലിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുക എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഇനി പറയുന്നത്. പല രീതിയിലും ഇത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അപ്ലോഡ് ചെയ്യാനുള്ള മെത്തേഡുകളാണ് 1 by 1 ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ കണ്ടൻറ്റിൻ്റെ ഉള്ളിൽ ഇപ്പോൾ എന്തൊക്കെ വന്നു? ഇൻഫോഗ്രാഫിക്സ് വന്നു. ഇതിൻ്റെ താഴെയായിട്ട് ആ വീഡിയോ ഫയൽ കൊടുക്കണം എന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെയായിട്ട് വീഡിയോ ഫയൽ കൊടുക്കാൻ വേണ്ടി ഏറ്റവും എളുപ്പമുള്ള പരിപാടി എന്ന് പറയുന്നത് യൂട്യൂബിൽ ഇട്ടിട്ട് അതിൻ്റെ ലിങ്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്നു. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് കേട്ടോ. യൂട്യൂബ് എന്ന് പറയുന്നത് ഈ 9 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ യൂട്യൂബ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൽ എവിടെയെങ്കിലും ഒരു പ്ലസ് ബട്ടൺ കാണുന്നുണ്ടെങ്കിൽ നമുക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്നാണ് അർത്ഥം. അതെ, ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കണ്ടല്ലോ. ഈ പ്ലസ് ബട്ടൺ ഉണ്ടെങ്കിൽ അവിടെ അപ്ലോഡ് വീഡിയോ എന്ന് കാണും. അപ്ലോഡ് വീഡിയോ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള വീഡിയോ അങ്ങ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ യൂട്യൂബ് ചാനലുണ്ടോ, അത് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ഇതൊന്നുമില്ല. നമ്മൾ ആ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ആ യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് തന്നെ അർത്ഥം. അപ്പോൾ നമ്മളവിടേക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോവാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇത് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് പോവാണ്. ആ മലയാളത്തിലുള്ള വീഡിയോ ആയതുകൊണ്ട് മലയാളത്തെ ഹെഡിങ് വന്നു. ഈ ലിങ്ക് കോപ്പി ചെയ്താൽ മതി. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഈ ലിങ്ക് കോപ്പി ചെയ്യുന്നു. ബാക്കി പണികൾ അത് നടത്തിക്കോളും. ഇറ്റ് ഈസ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യണം. നെക്സ്റ്റ്. ദെൻ വേറൊന്നും ചെയ്യാനില്ല തോന്നുന്നു. നെക്സ്റ്റ്. ഇത് പ്രൈവറ്റ് ആണോ അൺലിസ്റ്റഡ് ആണോ? ഇത് പബ്ലിക് തന്നെ ആയിക്കോട്ടെ. പബ്ലിഷ്. ഓക്കെ, പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പതുക്കെ അപ്ലോഡായിട്ട് പബ്ലിഷ് ആയിക്കോളും. ഇപ്പോൾ 48%, 49%, അതൊക്കെ വളരെ ഫാസ്റ്റായിട്ട് നടന്നോളും. ഇനി നമ്മൾ നേരെ പോയിട്ട് ഈ വീഡിയോ ലിങ്ക് ഇതിനുള്ളിൽ പേസ്റ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞതിൻ്റെ താഴെയായിട്ടാണ് വീഡിയോ വരേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇതിൽ വീഡിയോ സെലക്ട് ചെയ്യാനുള്ള ബട്ടൺ എന്ന് പറയുന്നത് ഈ മൾട്ടിമീഡിയ ബട്ടനാണ്. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ വീഡിയോ സെലക്ട് ചെയ്യുക. ഇവിടെ വീഡിയോ URL പേസ്റ്റ് ചെയ്യുക. ഇൻസേർട്ട് മീഡിയ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു വീഡിയോ ഫയൽ പോലെ വരും. വീഡിയോ ഫയൽ പോലെ വന്നിട്ടുണ്ട്. ദെൻ നമ്മളത് സേവ് ആൻഡ് ഡിസ്പ്ലേ, എപ്പോഴും താഴെയുള്ള സേവ് ആൻഡ് റിട്ടേൺ ടു ദ കോഴ്സ് എന്നുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത്രയും മെറ്റീരിയൽ നമ്മുടെ ഈ ഒരു പേജിലേക്ക് ആയി എന്നർത്ഥം. ഇപ്പോൾ നമ്മൾ മൊഡ്യൂൾ 1 ഇങ്ങനൊരു പേജ് ക്രിയേറ്റ് ചെയ്തു. അതിൽ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്തു? ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ടൊരു ഇൻഫോഗ്രാഫിക്സ്, ഒരു വലിയ ഇമേജ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ ലോഡായി വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇവിടേക്ക് ഫുള്ളായിട്ട് വന്നിട്ടില്ല, വരും. ഇത്രയാണ് നമ്മളിപ്പോൾ ചെയ്തു വെച്ചിട്ടുള്ളത്. വീഡിയോ വന്നിട്ടില്ലെങ്കിൽ, കാരണം വീഡിയോ നമ്മൾ കംപ്ലീറ്റ് അപ്ലോഡ് ആവണമൊക്കെ മുന്നേ കൊടുത്തുകൊണ്ട് ചിലപ്പോൾ വീഡിയോ വന്നിട്ടുണ്ടാവില്ല, ചിലപ്പോൾ നമുക്ക് അതൊന്നുകൂടി കൊടുക്കേണ്ടി വരും. ഇത്രയാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇനി ഓഡിയോ ഫയൽ ഉണ്ട് അപ്ലോഡ് ചെയ്യാൻ. ഇൻഫോഗ്രാഫിക്സ്, മറ്റേ കൺസെപ്റ്റ് മാപ്പ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് അതിന് നോട്ട്ബുക്കെല്ലാം എന്തൊക്കെ തന്നോ അതൊക്കെ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. കാരണം ഇവിടെ മാക്സിമം നോട്ട്സ് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് ഇതുവരെയും ഇപ്പോൾ ആ വീഡിയോ വന്നിട്ടില്ല. അത് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയ ആ വീഡിയോ നമുക്ക് ഒന്നുകൂടിയും ലിങ്ക് എടുത്ത് കൊടുക്കാം. ബട്ടൺ കോപ്പി ചെയ്യുന്നു. ആ വീഡിയോ ഇവിടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡായി. ഓക്കെ, അത് പ്ലേ ആവാൻ തുടങ്ങി. അപ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മുടെ LMSൻ്റെ ഉള്ളിലേക്ക് ഒന്നുകൂടി വരുന്നു. എഗെയിൻ നമ്മളിപ്പോൾ ചെയ്ത ഭാഗത്തിന് പിന്നെ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ സെറ്റിങ്സ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിന് നേരെ താഴേക്ക് പോയിട്ട് ഓക്കെ, ഈ വീഡിയോ ഇവിടെ ഫുള്ളായിട്ട് വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അത് കളയാൻ ബാക്ക് സ്പേസ് അടിച്ചാൽ മതി. എൻ്റെ റൈറ്റ് സൈഡിൽ വെച്ചിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക് സ്പേസ് അടിച്ചാൽ മതി. മൾട്ടിമീഡിയ ക്ലിക്ക് ചെയ്യുന്നു. വീഡിയോ സെലക്ട് ചെയ്യുന്നു. ഇവിടെ വീഡിയോ URL പേസ്റ്റ് ചെയ്യുന്നു. ഇൻസേർട്ട് മീഡിയ എന്ന് പറയുന്ന ബട്ടൺ കൊടുത്താൽ ആ വീഡിയോ കൂടി നമ്മുടെ യൂട്യൂബ് ചാനൽ, നമ്മുടെ മൂഡിലിൻ്റെ LMSൻ്റെ ഉള്ളിൽ വരും. കൊടുത്ത സ്ഥലം ഇവിടെയായിരുന്നു പോയിരുന്നു. ഇവിടെയാണ്, ഇതിൻ്റെ താഴെയാണ് വേണ്ടത്. അതിൻ്റെ താഴേക്ക് തന്നെ ഒന്നുകൂടി പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. വീഡിയോ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ വീഡിയോ URL പേസ്റ്റ് ചെയ്യുന്നു. ഇൻസേർട്ട് മീഡിയ കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ വേണമെന്നില്ല, ഡിസ്ക്രിപ്ഷനിൽ നമുക്കൊന്നും വേണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി സേവ് ആൻഡ് റിട്ടേൺ ടു ദ കോഴ്സ് കൊടുത്താൽ നമുക്ക് നോക്കാം പബ്ലിക്കായിട്ട് ഒരു കുട്ടി കാണുമ്പോൾ എന്തൊക്കെയാണ് കാണുക എന്നുള്ളത്. ഇവിടെ മൊഡ്യൂൾ 1 കയറുന്നു. ഈ മൊഡ്യൂൾ 1 പേര് കൂടി ചേർത്താൽ നല്ലതായിരുന്നു. ഈ മൊഡ്യൂൾ 1 പേരാണ് ഇൻട്രഡക്ഷൻ ടു ബയോഡൈവേഴ്സിറ്റി എന്നുള്ളത്. വേണമെങ്കിൽ അതിൻ്റെ പേര് കൂടി ആ മൊഡ്യൂൾ 1 കൂടെ കൊടുത്താൽ നല്ല സൈസിൽ കാണും. ഓക്കെ, കുട്ടിക്ക് ഈ നോട്ട് വായിക്കാൻ പറ്റും. അതിൻ്റെ ഇൻഫോഗ്രാഫിക്സ് കാണും. ഇവിടെ ഈ വീഡിയോ കാണും. ഈ വീഡിയോ ക്ലിക്ക് ചെയ്താൽ കുട്ടിക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റായിട്ട് പഠിക്കും. അത് യൂട്യൂബിലേക്ക് പോകേണ്ട, കുട്ടി യൂട്യൂബിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു